കേരളം ഇന്ന് ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ വിവാദം MDMA കേസുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രിയുടെ അഥവാ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ ടീം VD സതീശൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് സ്വയം അവകാശപ്പെടുന്ന പലതവണ 2021 മുതൽ VD സതീശനും ഈ മുഹമ്മദ് ഹുസൈനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ VD സതീശൻ അനുഭവക്കാരന് VD സതീശൻ അറിയാവുന്ന കക്ഷിയായ ഈ മുഖ്യ പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിടുകയാണ്. കാസർഗോഡ് MDMA കേസ് അന്വേഷണം അട്ടിമറിക്കാൻ നീക്കമെന്ന് സംശയം. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ സാക്ഷികളാക്കാൻ പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ലഹരി മരുന്ന് പിടികൂടുമ്പോൾ സ്ഥലത്തില്ലാത്ത നേതാക്കളെയാണ് സീഷർ മഹസറിൽ ഒപ്പുവെക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സാക്ഷികൾ കൂറുമാറിയാൽ കേസ് പ്രതികൾക്ക് അനുകൂലമാകും. പ്രത്യേക അന്വേഷണ സംഘമോ ഉന്നത ഉദ്യോഗസ്ഥരുടെ ചുമതലയോ ഇല്ലാതെ ചന്ദേര CI നടത്തുന്ന അന്വേഷണമാകട്ടെ എങ്ങും എത്തിയിട്ടുമില്ല. അരുൺ പൂപ്പറമ്പയും മറ്റു റിപ്പോർട്ടർമാരും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. വെരി ഗുഡ് മോർണിംഗ് അരുൺ. വെരി ഗുഡ് മോർണിംഗ് TV പ്രസാദ്. വെരി ഗുഡ് മോർണിംഗ് ഋഷിപാൽ. ഗുഡ് മോർണിംഗ് ശരൺ. ഗുഡ് മോർണിംഗ് സജു. ഗുഡ് മോർണിംഗ് ലേബി ആൻഡ് ഗുഡ് മോർണിംഗ് മനീഷ് മഹിപാൽ. അപ്പോൾ ആദ്യം നമ്മൾ അരുൺ പൂപ്പറമ്പയിലേക്ക് പോകുന്നു. അരുൺ പൂപ്പറമ്പ, ഈ കേസിൽ ഹൈ പ്രൊഫൈലായ പൊളിറ്റിക്കൽ സ്വാധീനമുണ്ട് എന്ന് സംശയിക്കാവുന്ന ചില വിവരങ്ങൾ വരുന്നുണ്ട്. ഈ കേസിൽ പിടിക്കപ്പെട്ട മുഹമ്മദ് ഹുസൈന്റെ പൊളിറ്റിക്കൽ പ്രൊഫൈൽ അറിയാവുന്നത് കൊണ്ടാണോ ഈ യൂത്ത് കോൺഗ്രസുകാരെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നർക്കോട്ടിക് കേസുകളിൽ ഈ സീഷർ മഹസറിൽ ഒപ്പിടുന്ന സാക്ഷികളുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. NDPS കേസുകളിൽ ഇതേപോലെ പ്രതികൾ വന്നാൽ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം അവരെ ജയിലിൽ അടയ്ക്കാൻ സാധിക്കും, ശിക്ഷ വിധിക്കാൻ സാധിക്കും. നിലവിൽ സീഷർ മഹസർ സാക്ഷികളായി യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകരെ അവിടെ ഇല്ലാതിരുന്ന പ്രവർത്തകരെ വിളിച്ചു വരുത്തുകയാണെന്ന് പറഞ്ഞാൽ അത് ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുമോ ഇപ്പോൾ അരുൺ പൂപ്പറമ്പ? അരുൺകുമാർ, തീർച്ചയായും അത്തരമുള്ള സംശയം തന്നെയാണ് ബലപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിലെ പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അവർ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരൊക്കെയാണ്. അവർ മുഖ്യമന്ത്രിയുമായുള്ള അവരുടെ നേരിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. അതിനിടെയാണ് ഈ കേസിൽ ഒരുപക്ഷെ ഏറ്റവും നിർണായകമാകുന്ന വിവരം പുറത്തേക്ക് വരുന്നത്. ഈ കേസിൽ ഈ ലഹരി മരുന്ന് പിടികൂടുമ്പോൾ മഹസർ സാക്ഷികളായി ഒപ്പുവെച്ചത് യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളെയാണ്. ആ വിവരം പുറത്തു വന്നതിന് ശേഷം ആ ഒപ്പുവെച്ച അല്ലെങ്കിൽ സാക്ഷികളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം നമ്മൾ തേടിയതാണ്. അവർ പറഞ്ഞത് അവരെ പോലീസ് വിളിച്ചു വരുത്തുകയാണ്, അതവർ സമ്മതിക്കുന്നുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം പോലീസ് വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത് എന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതായത് ലഹരി മരുന്ന് പിടികൂടുന്ന സമയത്ത് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സാക്ഷികളായി ഒപ്പുവെച്ച 4 പേർ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, അവർ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ലഹരി മരുന്ന് പിടികൂടുന്നത് അവർ നേരിട്ട് കണ്ടിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനുശേഷം അവരെ വിളിച്ചു വരുത്തുകയും നടപടിക്രമങ്ങൾ തുടങ്ങിയ ശേഷമാണ് അവരങ്ങോട്ട് എത്തുന്നത്. അതിനുശേഷം ഈ മഹസറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർ ആ സ്പോട്ടിലില്ലാത്ത, ഈ ലഹരി മരുന്ന് പിടികൂടുന്നത് കാണാത്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളെ എന്തിനാണ് പോലീസ് മഹസർ സാക്ഷികളാക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന ചോദ്യമാണ് പ്രസക്തമായി ഉയരുന്നത്. ഒരുപക്ഷെ ഈ കേസിന്റെ ഭാവിയിൽ വിചാരണ ഘട്ടത്തിൽ ഈ സാക്ഷികളായിട്ടുള്ളവർ മൊഴി മാറ്റുകയോ കൂറുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസിന്റെ ഭാവിയെ തന്നെ അത് ബാധിക്കും. ഈ കേസ് അട്ടിമറിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് DYFI ഉൾപ്പെടെ ഇന്നലെ തന്നെ ഇതിൽ ദുരൂഹതയുണ്ട്, പോലീസിന്റെ ആ നടപടിക്രമത്തിൽ ദുരൂഹതയുണ്ട്, അതിൽ ഇത് കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന രാഷ്ട്രീയ ആരോപണം ഉയർത്തിയത്. എന്തായാലും അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അരുൺകുമാർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസിലെ പ്രതികളുടെ പശ്ചാത്തലം, അത് സംബന്ധിച്ച വിവരങ്ങളും ഓരോ ദിവസവും പുറത്തു വന്നിരുന്നു. കാസർഗോഡ് നിന്ന് മാത്രം 139 ഗ്രാം MDMA ആണ് പിടികൂടുന്നത്. അതായത് ലാർജ് ക്വാണ്ടിറ്റിയാണ്, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. വലിയ നിലയിലുള്ള ലഹരി നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് കാസർഗോഡ് വെച്ച് പിടികൂടിയത്. അതായത് വലിയ സ്വാധീനമുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതികൾ. ഇവർ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്ത് ലഹരി മരുന്ന് എത്തിച്ച് ഓരോ ജില്ലകളിലും ഇടനിലക്കാർ വഴി വിതരണം ചെയ്യുന്ന വലിയൊരു നെക്സസ് ആണ്, അല്ലെങ്കിൽ വലിയൊരു റാക്കറ്റ് ആണ് എന്ന തരത്തിലുള്ള വിവരം പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യമായിരുന്നു. അവർ ഈ കാസർഗോഡ് ഈ ലഹരി മരുന്നുമായി എത്തുന്നതിന് മുമ്പ് കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 100
ഗ്രാമിലധികം ലഹരി മരുന്ന് വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ വ്യാപ്തിയുള്ള ഒരു കേസിൽ ആ ഗൗരവത്തിൽ അതിൻ്റെ അന്വേഷണം നടക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനപ്പെട്ട നമുക്കത് പറയാൻ കഴിയുന്നത്, നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് ചന്ദേര SHOയുടെ നേതൃത്വത്തിലാണ്. മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥന് ഈ കേസ് കൈമാറിയിട്ടില്ല. സ്വാഭാവികമായും ഇത്ര വ്യാപ്തിയുള്ള, ഇത്ര ബന്ധങ്ങളുള്ള വലിയ റാക്കറ്റ് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ബോധ്യമായ കേസിൽ പ്രത്യേക സംഘത്തെ പോലീസ് രൂപീകരിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെങ്കിലും അത് അന്വേഷിക്കേണ്ടതാണ്. ഇതുവരെ അതുണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ പ്രതികൾ എവിടെ നിന്ന് ഈ ലഹരി എത്തിക്കുന്നു അതിൻ്റെ ഉറവിടം തേടി ഇതുവരെ പോലീസ് പോയിട്ടില്ല. അത് സംബന്ധിച്ച് ചില വിവരങ്ങളൊക്കെ പോലീസ് ലഭിച്ചെങ്കിൽ പോലും അതിലൊരു വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ല. മറ്റൊന്ന്, ഇവരുടെ ഇടനിലക്കാർ, പല ബന്ധങ്ങൾ ഇവർക്കുണ്ട്. രാഷ്ട്രീയ ബന്ധം, സ്വാധീനം, ഈ വിവിധ ജില്ലകളിൽ ഇവർക്ക് ഇടനിലക്കാരുണ്ട്. ആ ഇടനിലക്കാരിലേക്കൊന്നും അന്വേഷണം ഇതുവരെ പോയിട്ടില്ല. സൈബർ സഹായത്തോടെയൊക്കെ അവരെ പിടികൂടാൻ സാധിക്കുന്നതാണ്. ആ അന്വേഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് കാണേണ്ടത്. മറ്റൊന്ന്, കാസർഗോഡ് തന്നെ ലഹരി മരുന്ന് ആർക്കാണ് എത്തിച്ചത് അവരെ കസ്റ്റഡിയിലെടുക്കാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. അത് ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ 4 പേരിൽ, നിലവിൽ റിമാൻഡിലായിട്ടുള്ള 4 പേരിൽ ഈ കേസ് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള എല്ലാ സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണേണ്ടത്. ഇനി അതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും അന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ DYFയും CPM ഉൾപ്പെടെ ഉയർത്തുന്ന സംശയം പ്രസക്തമാണ്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേസ് തുടക്കം മുതൽ അട്ടിമറിക്കാനുള്ള നീക്കമുണ്ടോ എന്നുള്ളതിന്റെ സംശയം ജനിപ്പിക്കുന്നതാണ് ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് പുറത്തുവിടുന്ന വിവരങ്ങൾ. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ മുഖ്യപ്രതിയായ മുഹമ്മദ് ഹുസൈന് ഉള്ള രാഷ്ട്രീയ ബന്ധങ്ങളാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നു, പിന്നീട് ആ ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കി. ആ സ്വാധീനം ഉപയോഗിച്ച് അയാൾ നടത്തിയ ഇടപാടുകളാണ്. പിടിക്കപ്പെട്ടത് മുഹമ്മദ് ഹുസൈനാണ് എന്നതറിയുന്ന നിമിഷം എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ ആ സ്ഥലത്തേക്ക് വരാനും സാക്ഷി മഹസറിൽ ഒപ്പിടാനും പറഞ്ഞത്? ഇവർ നാളെ കോടതിയിൽ വാക്കുമാറ്റി പറഞ്ഞാൽ ഈ കേസിൽ മുഹമ്മദ് ഹുസൈൻ 139 ഗ്രാം MDMA പിടിയിലായ, 500 ഗ്രാം MDMA വ്യാപാരം, മൊത്തക്കച്ചവടം നടത്തിയ 500 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ അത് കോടികൾ വിലമതിക്കുന്നതാണെന്ന് ഓർമ്മിക്കണം. അപ്പോൾ എത്ര കാലമായി അന്തർ സംസ്ഥാന കച്ചവടം നടത്തുന്നു ഇയാൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷ നേതാവിന്റെ സോഷ്യൽ മീഡിയ ടീമിൽ പ്രവർത്തിക്കുന്നുവെന്ന് അയാൾ അവകാശപ്പെടുന്ന സമയത്തും കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് മറ്റിടങ്ങളിൽ നിന്ന് എത്തിച്ച് അയാൾ കേരളത്തിൽ പാവപ്പെട്ട നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്കടക്കമുള്ളവർക്ക് വിതരണം ചെയ്യുകയായിരുന്നു. ഈ മൊത്ത വ്യാപാരിയുടെ, ലഹരി മൊത്ത വ്യാപാരിയെ സംരക്ഷിച്ചെടുക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ടോ എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ എന്തുകൊണ്ട് ശീർഷമഹസ സാക്ഷികളായി യൂത്ത് കോൺഗ്രസിൽപ്പെട്ട ചില നേതാക്കളെ വിളിച്ചു വരുത്തി പോലീസ് ഒപ്പിടിപ്പിക്കണം എന്ന ചോദ്യമാണ്. നാളെ സാക്ഷിമൊഴി തിരുത്തിയാൽ സീഷർ മഹസറിൽ ഒപ്പിട്ട സാക്ഷികളുടെ വാക്ക് ഈ കേസിലെ പ്രതികളെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ്.